നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് ക്ലീനിങ് ആവശ്യമാണോ? ഇങ്ങനൊരു ചോദ്യം പലരുടെ മനസ്സിൽ സംശയം കാണും. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറച്ച് ദിവസം മുമ്പ് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബഷീർ KTK ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: കാറിൻ്റെ പെട്രോൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ ചെയ്തില്ല. സോറി, കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. പിന്നെ ഫ്യൂവൽ ടാങ്ക് ക്ലീനിങ് അങ്ങനെ വളരെ റെയറായിട്ട് വരുന്നൊരു കേസാണ്. കാരണം ഫ്യൂവൽ ടാങ്ക് മെയിനായിട്ട് ക്ലീൻ ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഫ്യൂവൽ മാറി അടിക്കുന്ന സമയത്താണ്. അതായത് ഇപ്പോൾ പെട്രോളിൻ്റെ സ്ഥാനത്ത് ഡീസൽ അടിച്ചു, അല്ലെങ്കിൽ ഡീസലിൻ്റെ സ്ഥാനത്ത് പെട്രോൾ അടിച്ചു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഒരു ഭൂരിഭാഗം ഫ്യൂവൽ ടാങ്ക് ക്ലീനിങ് വരുന്നത്. അല്ലാത്ത പക്ഷം എപ്പോഴാണ് ഫ്യൂവൽ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്യൂവൽ ടാങ്ക് ക്ലീൻ ചെയ്താൽ മതിയെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഫ്യൂവൽ ടാങ്കിനകത്ത് നമ്മൾ കറക്റ്റ് ഫിൽറ്റേഴ്സൊക്കെ റീപ്ലേസ് ചെയ്ത് പോകുന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും രീതിക്കുള്ള ഫോറിൻ പാർട്ടിക്കിൾസൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഫ്യൂവൽ ലൈൻസിലോട്ടോ ഒന്നും കയറുന്നതായിരിക്കത്തില്ല, ഫിൽറ്ററിൻ്റെ അവിടെ കൊണ്ട് അത് തീരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. 2 ഫിൽറ്റേഴ്സ് ഏതായാലും നമ്മൾ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫ്യൂവൽ പമ്പിനകത്തൊരു പ്രൈമറി ഫിൽറ്ററും വരുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ പുറത്തും വരുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡറി ഫിൽറ്റർ നമ്മൾ എപ്പോഴും റീപ്ലേസ് ചെയ്ത് വിടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഇനി ബാക്കി നമ്മുടെ നോർമൽ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള പ്രൈമറി ഫിൽറ്ററിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കാരണം പ്രൈമറി ഫിൽറ്റർ അങ്ങനെ ഒന്നും പ്രശ്നം വരുന്നൊരു കേസില്ല. സെക്കൻഡറി ഫിൽറ്ററാണ് ഏറ്റവും കൂടുതൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, ഫ്യൂവൽ ടാങ്ക് അനാവശ്യമായിട്ട് നമ്മൾ ഒരു കാരണവശാലും അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ റെയർ കേസിലൊക്കെ നമുക്ക് ഇടയ്ക്ക് കൂടുതലും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്ലഗ്, എയർ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നും പ്രശ്നമില്ല, ഇഗ്നീഷൻ്റെ കോയിൽസും അല്ലെങ്കിൽ ഇഗ്നൈറ്റേഴ്സിനൊന്നും വേറെ പ്രശ്നങ്ങളില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ടാങ്ക് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് അതിനകത്ത് എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് വിടാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നമുക്കത് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 1 lakh അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് വിടുന്നത് നല്ലതാണ്. അത് റെക്കമെൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും റെക്കമെൻഡ് അല്ല, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്രോളിലാണെങ്കിൽ പോലും ചെറിയ രീതിക്ക് ഒരു പൊടിയുടെ ഒരു അംശവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഏകദേശം ഒരു 10 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നത് നല്ലതാണ്.